ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGS മെയിൻ എക്സാമിന് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യം. ഗഗൻയാൻ. ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്ന ISROയുടെ ദൗത്യം. ഗഗൻയാൻ. കേരളത്തിലെ ആദ്യ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വന്നത്. മാരാരിക്കുളം. കേരളത്തിലെ ആദ്യ സൈക്ലോൺ ഷെൽട്ടർ നിലവിൽ വന്നത്. മാരാരിക്കുളം. ഡിജിറ്റൽ ഇന്ത്യ മിഷനുമായി ചേർന്ന് എല്ലാ ഗ്രാമങ്ങൾക്കും 100 Mbps ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എത്തിക്കുന്നതിനായി ഡിജിറ്റൽ സേവാ സേതു പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം. ഗുജറാത്ത്. ഡിജിറ്റൽ ഇന്ത്യ മിഷനുമായി ചേർന്ന് എല്ലാ ഗ്രാമങ്ങൾക്കും 100 Mbps ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എത്തിക്കുന്നതിനായി ഡിജിറ്റൽ സേവാ സേതു പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം. ഗുജറാത്ത്. വ്യാജ ഫോൺ കോളുകളിലൂടെയുള്ള ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ ഡോം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ബി സേഫ്. വ്യാജ ഫോൺ കോളുകളിലൂടെയുള്ള ഓൺലൈൻ തട്ടിപ്പ് തടയാൻ കേരള പോലീസ് സൈബർ ഡോം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ബി സേഫ്. 14ാമത് രാജ്യാന്തര ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയായ രാജ്യം. ബംഗ്ലാദേശ്. 14ാമത് രാജ്യാന്തര ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവലിന് വേദിയായ രാജ്യം. ബംഗ്ലാദേശ്. 2019 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി എത്രാമത്തേതാണ്? 67. 2019 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി എത്രാമത്തേതാണ്? 67. 2019 കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് നേടിയ നാരായണൻ നായർ ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്ദളം. 2019 കേരള കലാമണ്ഡലം ഫെല്ലോഷിപ്പ് നേടിയ നാരായണൻ നായർ ഏതു വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്ദളം. 2020 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡ് ലഭിച്ച സംസ്ഥാനം. കേരളം. 2020 സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനുള്ള അവാർഡ് ലഭിച്ച സംസ്ഥാനം. കേരളം. 2019 VJ ജെയിംസിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. നിരീശ്വരൻ. 2019 VJ ജെയിംസിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി. നിരീശ്വരൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വനിതാ ക്രിക്കറ്റ് ടീം. ഓസ്ട്രേലിയ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തുടർ വിജയങ്ങൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വനിതാ ക്രിക്കറ്റ് ടീം. ഓസ്ട്രേലിയ. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത്. ആസം. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുത്തത്. ആസം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടക്കാൻ പോകുന്നത്? 8ാമത്തെ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടക്കാൻ പോകുന്നത്? 8ാമത്തെ. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ നടക്കാത്ത കേരളത്തിലെ മുനിസിപ്പാലിറ്റി. മട്ടന്നൂർ. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ നടക്കാത്ത കേരളത്തിലെ മുനിസിപ്പാലിറ്റി. മട്ടന്നൂർ.
കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി. കെ ശൈലജ. കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഭൂരിപക്ഷം നേടി വിജയിച്ച വ്യക്തി. കെ ശൈലജ. കേരള ലുക്സ് അഹെഡ് എന്ന രാജ്യാന്തര സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. കേരള ലുക്സ് അഹെഡ് എന്ന രാജ്യാന്തര സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ചൈനീസ് ഗ്രാമം രൂപപ്പെടുന്നതായി കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ചൈനീസ് ഗ്രാമം രൂപപ്പെടുന്നതായി കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. അയോധ്യയിൽ പുതിയ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നതെന്ന്? 2020 ഓഗസ്റ്റ് 5. അയോധ്യയിൽ പുതിയ രാമക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനം നടന്നതെന്ന്? 2020 ഓഗസ്റ്റ് 5. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ്? 6. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന എത്രാമത്തെ സംഭവമാണ് കൊറോണ വൈറസ്? 6. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? കൊല്ലം. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല? കൊല്ലം. താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? PN റാവു. താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാര്? PN റാവു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസ്രോയ്? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസ്രോയ്? വേവൽ പ്രഭു. ഭരണഘടനാ രൂപീകരണത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്? രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ രൂപീകരണത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്? രാജേന്ദ്ര പ്രസാദ്. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്? BR അംബേദ്കർ. നിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത്? BR അംബേദ്കർ. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം? അനുച്ഛേദം 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം? അനുച്ഛേദം 32. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ ഊർജം കുറയുന്നു. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അയോണീകരണ ഊർജം കുറയുന്നു. ORS ലായനിയുടെ ചേരുവകളിൽ പെടാത്തത്? സോഡിയം കാർബണേറ്റ്. ORS ലായനിയുടെ ചേരുവകളിൽ പെടാത്തത്? സോഡിയം കാർബണേറ്റ്. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം? കോൺകേവ് ദർപ്പണം. യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം? കോൺകേവ് ദർപ്പണം. അന്തരീക്ഷത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷവും ചൂട് നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം? ഭൗമ വികിരണം. അന്തരീക്ഷത്തിൽ സൂര്യാസ്തമയത്തിന് ശേഷവും ചൂട് നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാന കാരണം? ഭൗമ വികിരണം. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം? അയഡിൻ. തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ആവശ്യമായ മൂലകം? അയഡിൻ.
ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. പ്രമേഹം. ഇൻസുലിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. പ്രമേഹം. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. വസൂരി. ചുവന്ന പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. വസൂരി. നായകഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. നായകഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ജീവകം എയുടെ രാസനാമം. റെറ്റിനോൾ. ജീവകം എയുടെ രാസനാമം. റെറ്റിനോൾ. പന്നിപ്പനിക്ക് കാരണമായ വൈറസ്. H1N1. പന്നിപ്പനിക്ക് കാരണമായ വൈറസ്. H1N1. ലൈസോസോം കണ്ടുപിടിച്ചതാര്? ക്രിസ്ത്യൻ ഡി ഡ്യൂവ്. ലൈസോസോം കണ്ടുപിടിച്ചതാര്? ക്രിസ്ത്യൻ ഡി ഡ്യൂവ്. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? നവംബർ 14. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? നവംബർ 14. എന്തിൻ്റെ സങ്കര ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. എന്തിൻ്റെ സങ്കര ഇനമാണ് പന്നിയൂർ 1? കുരുമുളക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല? പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല? പത്തനംതിട്ട. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആർതർ ടാൻസ്ലി. എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആർതർ ടാൻസ്ലി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം? ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ അവയവദാന ഗ്രാമം? ചെറുകുളത്തൂർ. സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ആരംഭിച്ച പദ്ധതി? വയോ അമൃതം. സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ആരംഭിച്ച പദ്ധതി? വയോ അമൃതം. കണ്ണിലെ റെറ്റിനയിലെ പാളികളുടെ എണ്ണം? 10. കണ്ണിലെ റെറ്റിനയിലെ പാളികളുടെ എണ്ണം? 10. നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം? ഹീമോഫീലിയ. നാഡീവ്യവസ്ഥയെ ബാധിക്കാത്ത രോഗം? ഹീമോഫീലിയ. കേരളത്തിലെ ആദ്യ ശില്പനഗരം? കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ശില്പനഗരം? കോഴിക്കോട്. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ? തൃശ്ശൂർ. കേരളത്തിൽ കടൽത്തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ? തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി? പെരിയാർ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി? പെരിയാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയായ നെയ്യാർ നദിയുടെ നീളം? 56 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയായ നെയ്യാർ നദിയുടെ നീളം? 56 കിലോമീറ്റർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി? ടിനു യോഹന്നാൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി? ടിനു യോഹന്നാൻ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവിക്കുളം ദേശീയോദ്യാനം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 1975. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവിക്കുളം ദേശീയോദ്യാനം
വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. പാരമ്പര്യേതര ഊർജ വികസനങ്ങൾക്കായി സ്ഥാപിതമായ അനർട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. പാരമ്പര്യേതര ഊർജ വികസനങ്ങൾക്കായി സ്ഥാപിതമായ അനർട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. കേരളത്തിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം സിഡ്കോ. കേരളത്തിൽ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം സിഡ്കോ. കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 11 മണിയായിരിക്കുമ്പോൾ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 4:30 PM. 0 ഡിഗ്രി രേഖാംശ രേഖയിൽ രാവിലെ 11 മണിയായിരിക്കുമ്പോൾ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിൽ സമയം എത്രയായിരിക്കും? 4:30 PM. ഭൂപടത്തിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള. ഭൂപടത്തിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള. 1857 കലാപത്തിന് ഗ്വാളിയറിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. 1857 കലാപത്തിന് ഗ്വാളിയറിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? വില്യം ബെൻഡ്രിക്ക്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ വാക്കുകളാണിത്? വില്യം ബെൻഡ്രിക്ക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാഴ്സി മതക്കാരനായ ആദ്യ പ്രസിഡന്റ് ദാദാഭായ് നവറോജി. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ചുവടെ തന്നിരിക്കുന്നവരിൽ ആര്? മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ചുവടെ തന്നിരിക്കുന്നതിൽ ആര്? മോത്തിലാൽ നെഹ്റു. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നു ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഏത് സൈനികനാണ് കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത്? വക്കം അബ്ദുൽ ഖാദർ. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്തു നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഏതു സൈനികനാണ് കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്നത്? വക്കം അബ്ദുൽ ഖാദർ.
ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? കെ കേളപ്പൻ. കീഴരിയൂർ ബോംബ് കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ്? സുഭാഷ് ചന്ദ്രബോസ്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കെ ബി മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ കെ പി കേശവ മേനോൻ ആരംഭിച്ച പത്രം? മാതൃഭൂമി. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ കെ പി കേശവ മേനോൻ ആരംഭിച്ച പത്രം? മാതൃഭൂമി. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു. കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു. പ്രശസ്ത ടെന്നീസ് താരമായ സ്റ്റെഫി ഗ്രാഫ് ഏത് രാജ്യക്കാരിയാണ്? ജർമ്മനി. പ്രശസ്ത ടെന്നീസ് താരമായ സ്റ്റെഫി ഗ്രാഫ് ഏത് രാജ്യക്കാരിയാണ്? ജർമ്മനി. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ ചലച്ചിത്രം? അമ്മ അറിയാൻ. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ ചലച്ചിത്രം? അമ്മ അറിയാൻ. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ? ജി ഭാർഗവൻ പിള്ള. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ? ജി ഭാർഗവൻ പിള്ള. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്? നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്? നവംബർ 26. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം? ഓപ്പറേഷൻ പോളോ. ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നീക്കം? ഓപ്പറേഷൻ പോളോ. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏതു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏതു പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി. ISROയുടെ ആദ്യ ചെയർമാനായ വിക്രം സാരാഭായ് ജനിച്ച സ്ഥലം? ഗുജറാത്ത്. ISROയുടെ ആദ്യ ചെയർമാനായ വിക്രം സാരാഭായ് ജനിച്ച സ്ഥലം? ഗുജറാത്ത്. 1946 നിലവിൽ വന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നത്? രാജേന്ദ്ര പ്രസാദ്. 1946 നിലവിൽ വന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നത്? രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്നത് എവിടെ? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ബാസ്കറ്റ്ബോൾ കോർട്ട് നിലവിൽ വന്നത് എവിടെ? മുംബൈ. കഥകളിയുടെ തുടക്കത്തിലെ പ്രാർത്ഥനാ രൂപത്തിലുള്ള അവതരണം? പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിലെ പ്രാർത്ഥനാ രൂപത്തിലുള്ള അവതരണം? പുറപ്പാട്. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.